മുൻ DGP ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വസ്തുതാവിരുദ്ധമെന്ന് KECB സൗരോർജ്ജ ബില്ലിനെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടതെന്നും KECB വ്യക്തമാക്കി. സോളാർ വൈദ്യുതി ഉപയോഗിച്ചിട്ടും വൈദ്യുതി ബിൽ തുടർച്ചയായി വർദ്ധിക്കുന്നുവെന്നായിരുന്നു ശ്രീലേഖ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിനാൽ ശ്രീലേഖ IPS ഫേസ്ബുക്കിലൂടെ KECBയുടെ സോളാർ ബില്ലിങ്ങിനെ പറ്റിയും അതോടൊപ്പം തന്നെ സോളാർ ബില്ല് തട്ടിപ്പാണെന്ന തരത്തിൽ പങ്കുവെച്ച പോസ്റ്റ് വസ്തുതാവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ KECBയുടെ ഭാഗത്തു നിന്നും ഒരു ന്യായീകരണം ഉണ്ടായിട്ടുള്ളത്. തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഇത്തരത്തിൽ നടത്തിയത്. ഇത് പൊതുജനങ്ങളിൽ തെറ്റായ സന്ദേശമായിരിക്കും കൊടുക്കുന്നത്. സോളാർ ബില്ലിങ്ങിനെ പറ്റിയും സോളാർ ഗ്രിഡിങ്ങിനെ പറ്റിയും ശ്രീലേഖ IPS ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നതെന്നാണ് ഇപ്പോൾ KECBയുടെ ഭാഗത്തു നിന്നുള്ളത് ആരോപണം. അതോടൊപ്പം തന്നെ വിശദീകരണം വന്നിട്ടുള്ളത്. ഈ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുക്കുന്നതും പിന്നീട് ആ വൈദ്യുതി റിന്യൂവബിൾ ആയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് KECB സോളാർ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ അധിക ചാർജ് വരുന്നതല്ല, അല്ലെങ്കിൽ ഇതിൽ അധിക ചാർജ് KECB മനഃപൂർവ്വം ഈടാക്കുന്നതല്ല, അത് ഉപയോഗത്തിനനുസരിച്ചാണ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് KECBയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഈ ശ്രീലേഖ IPS ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതിനു ശേഷം വലിയ രീതിയിൽ ഈ ക്യാമ്പയിൻ തുടരുന്നുണ്ട്. നിരവധി ആളുകളാണ് ഇതിന് പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ KECBയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രതികരണമൊക്കെ ഇതിനോടൊപ്പം തന്നെ വന്നു കഴിഞ്ഞു. എന്തായാലും KECBയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന തരത്തിലുള്ള ന്യായീകരണമായിട്ടുള്ള പോസ്റ്റുമായിട്ടാണ് ഇപ്പോൾ KECB രംഗത്തെത്തിയിട്ടുള്ളത്. അതിനാ ശരി.